ഹായ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കാസർഗോഡേക്ക് പോകാനുണ്ടായിരുന്നു. ശശൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. അത് സർവീസ് സെൻറ്ററിൽ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ ഫോണൊക്കെ കൊടുത്തു. ഫോൺ കൊടുത്തപ്പോഴാണ് മക്കളെ അറിയുന്നത് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂർ ഇപ്പോൾ ഒരു വെയിലത്ത് നമുക്ക് നിൽക്കാനും പറ്റത്തില്ല, കാറിൻ്റെ അകത്ത് ഇരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കാസർഗോഡ് ഉണ്ടായിരുന്ന ബിഗ് ബസാറിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബസാറിൽ കയറുന്നത്. എല്ലാത്തിനും നല്ല വിലക്കുറവേ. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. അതുപോലെ മിക്ക സാധനങ്ങളും ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ് കേട്ടോ. സ്ത്രീകൾക്ക് എല്ലാ മാസവും വേണ്ട ഒരു ഐറ്റമാണ് ഈ സാനിറ്ററി പാഡ്. അതിനൊക്കെ ഭയങ്കര ഓഫറുകളിലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതുപോലെ എല്ലാ സാനിറ്ററി ഐറ്റംസും ഭയങ്കര റേറ്റ് കുറവാണ്. കുട്ടികളുടെ സെർലാക്കും അതുപോലെ നാപ്കിൻ, മാമിപ്പോക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവിൽ ഇവിടെ കണ്ടു. ഈ ഐറ്റത്തിന് പുറത്ത് നല്ല റേറ്റ് കൊടുക്കണം. ഇവരെങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് പ്രോഡക്റ്റ് കൊടുക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇതേ ടർക്കികളും എല്ലാ ഐറ്റംസും ഉണ്ട്. ചവിട്ടികള്, അതുപോലെ പുതപ്പ്, വിരിപ്പ് എല്ലാം ഉണ്ടായിരുന്നേ. നല്ല വലിപ്പമുള്ള ടർക്കി ഉണ്ടായിരുന്നു. ശശേന് ഇങ്ങനത്തെ ടർക്കി എടുക്കാറ് കുളിക്കാനൊക്കെ. ശരിക്കും അത്തരം ടർക്കിക്ക് ഇച്ചിരി റേറ്റ് ഉണ്ട്. 300-350 ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ 199 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ലാഭമല്ലേ. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളും നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഒക്കെ ഭയങ്കര വിലക്കുറവ്. ഇതിനൊക്കെ ഓൺലൈനിലൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇതാണ് കേട്ടോ. 999 രൂപയ്ക്ക് 4 പാത്രങ്ങൾ. നല്ല കട്ടിയുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല കനമുള്ള നല്ല പാത്രമായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ കണ്ടത് നമ്മുടെ അച്ചൂട്ടൻ്റെ ഒക്കെ ഐറ്റമാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഭയങ്കര റേറ്റ് കുറവിലുണ്ടായിരുന്നേ. നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബാഗുകൾ വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ല ഡിസ്കൗണ്ടിൽ ഒരുപാട് വെറൈറ്റി ബാഗുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടികളൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇവിടെ വളരെ നല്ല റേറ്റിൽ കിട്ടും കേട്ടോ. ചുമ്മാ ഇതെല്ലാം നോക്കി നടന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഒരുപാട് തുണി ഐറ്റങ്ങളും എല്ലാം നോക്കി കണ്ടത് മാത്രമേ ഉള്ളേ. മൊബൈൽ തിരിച്ചു കേട്ടാൽ 3 മണിക്കൂർ ആവുമല്ലോ. അതുകൊണ്ട് എല്ലാം ചുമ്മാ നടന്ന് കണ്ടു കേട്ടോ. 2-3 ഐറ്റം എന്തോ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചതൊഴിച്ചാൽ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊരിഞ്ഞ വെയിലും നല്ല വിശപ്പും. അങ്ങനെ വിശക്കുന്നതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. ശശിയേട്ടൻ ചോറാണേ പറഞ്ഞത്. ചോറിൻ്റെ കൂടെ ബട്ടൂര പോലെ എന്തോ ഒരു ഐറ്റം ശശിയേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ചോറ് വേണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി പറയുമ്പോൾ അവർ ചപ്പാത്തിയുടെ ഒരു കോംബോ ആണ് കേട്ടോ തരുന്നത്. 3 ചപ്പാത്തിയും അതിന് 3 കറിയും. ഈ പച്ചക്കളർ കറി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ചന്ന മസാലയാണ് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് പരിപ്പ് കറി ആയിരുന്നേ. അപ്പോൾ ഈ 3 കറികളും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ സവാളയും ഉണ്ടായിരുന്നു. കൂടെ പായസവും ഉണ്ടായിരുന്നു കേട്ടോ. ശശിയേട്ടൻ പച്ചരി ചോറുമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് വന്നു.